Hello everyone, welcome once again to a new episode of JJ Talks. Today we are going to explore an amazing location in Kottayam. It's called Mango Meadows. Mango Meadows is the world's first agricultural theme park spread across 30 acres of land with more than 4,500 species of plants and trees. The theme park is situated in Kaduthurthi, around 15 kilometers from Etumanur. For anyone who seeks peace and wishes to flex his mind and soul, Mango Meadows will never be a disappointment. The main attractions in the park are the Eden Garden, Nakshatra Viksha Junction, Valentine Garden, Domestic Animal Farm, Tea Garden, Telescope Tower, Meenootupalam and Vegetable Farm. നമുക്കകത്ത് കൗണ്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഡീറ്റെയിൽസ് പറയുന്നത്. ബാക്കിയെല്ലാം ഇൻക്ലൂഡഡാണ്. ആരോഷ്യത്തിൻ്റെ സൈക്ലിംഗ്, ഗോകാർട്ട്, വാട്ടർ വീല്, പെഡൽ ബോർഡ്, കുന്തമച്ചി, ആർച്ചറി, ഫിഷിങ്, സ്വിമ്മിംഗ് പൂൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് 350 ഇൻക്ലൂഡഡാണ്. താങ്ക് യു. പോവുകയാണ്. വി ആർ ഗോയിങ് ടുവേർഡ്സ് ദി മാംഗോ മെഡോസ് എൻട്രി. ഇതാണ് എൻട്രൻസ്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പ്രോഗ്രാം. The entry ticket costs Rs 350, which gives you access to a large number of facilities inside Mango Meadows, such as hiring of cycles, go-karts, access to the game section, which consists of archery, trampoline, air gun shooting, and fish feeding section, to name a few. For hiring e-rickshaw, bus or toy train, additional charge of Rs 50 to Rs 100 have to be paid. The 12D movie ticket cost additional 100 rupees. We hired an e-rickshaw for a guided tour. The guide was well versed and took us around the 30-acre meadows, explaining all the main attractions of the place. I highly recommend you hire a tour guide too. The guide will explain all the varieties of plants and trees in the park and also the significance of each and every plant, so that you will have a lot of information with you after the visit. കേട്ടിട്ടുണ്ടോ മീനൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല. ഭാരതീയ ആചാരം വിശ്വാസം അനുസരിച്ച് മീനൂട്ട് എന്ന് പറയുന്നത് ഒരു പുണ്യ പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്ത പാവത്തിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടുമെന്നാണ് വിശ്വാസം. മീനൂട്ടുന്നതിലൂടെ നമ്മൾ ചെയ്ത പാവത്തിന്റെ കാഠിന്യം കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന ഫ്ലോറ് ഒരുപാട് കോയിൻ കട്ട് ചെയ്ത് ബാലൻസ് ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് നമുക്കിവിടെ ഒരു 64 വെറൈറ്റി നാടൻ മത്സ്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ലേക്കിന് ചുറ്റും കാണുന്നത് പ്രീമിയം കാറ്റഗറി പെടുന്ന കോട്ടേജുകളൊക്കെയാണ്. ഈ കോട്ടേജിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മീനുകളെ കാണാം, മീന് തീറ്റ കൊടുക്കാനുള്ള സൗകര്യമാണുള്ളത്. പിന്നെ നമുക്കിവിടെ വള്ളമൊക്കെ ഉണ്ട്. കഴിഞ്ഞതിന് ശേഷം നമുക്ക് വള്ളവും കടിബോട്ടൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു വാച്ച് ടവർ ഉണ്ട്, 6 ഫ്ലോറുള്ള വാച്ച് ടവർ. അത് മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ എടുക്കുന്നതാണ് കേട്ടോ ഈ മീനുകളൊക്കെ. ആവോലിയാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. 64 വെറൈറ്റി ഉണ്ട്. ഏറ്റവും വലിയ മീനാണ് ആവോലി. ആവോലി 64 വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. ഈ വെള്ളത്തിൽ നിലയുണ്ടോ? വെള്ളത്തിൽ നില നമുക്ക് കുതിക്കാൻ പറ്റുമോ? ഏരിയയിലുണ്ട് മീന്. 64 വെറൈറ്റി ഉണ്ട്. കരിമീന്, നാടൻ തന്നെ എടുക്കുന്നതാണ് മീനുകൾ. നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. നമുക്ക് നൈറ്റ് പാക്കേജുകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. ഈ പാക്കേജുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി. വാച്ച് ടവർ പരിചയപ്പെട്ടത് 6 ഫ്ലോറാണ്. നല്ല വ്യൂ കിട്ടുന്ന ഏരിയയാണ്. പരിചയപ്പെടുന്ന കൂടെ റൂട്ടുകൾ, റൈഡുകളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്നാക്സ് ബാർ ഉണ്ട്. നമുക്ക് എല്ലാ ഏരിയയിലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് തിരക്കില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് സ്നാക്സ് ബാർ ലണ്ടൻസിൽ മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ പരിചയപ്പെടുന്ന നീലക്കൊടുവേലിയാണ്. കേട്ടിട്ടുണ്ടോ നീലക്കൊടുവേലി? ഈ തട്ടിൽ നിൽക്കുന്ന ചെറിയ ചെടിയാണ്. ധാരാളം വിത്തുകൾ അടങ്ങിയ ഔഷധ ചെടിയാണ് നീലക്കൊടുവേലി. അതിന്റെ പേര് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിച്ചു. ഇത് ഈ തട്ടിൽ നിൽക്കുന്നത് കണ്ടോ, ചെറിയ ചെടി. ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്നാണ്. അരിയിലോ പണപ്പെട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അരിയുമ്പോൾ അരിക്കും ഒഴുകുന്നത്. അതാണ് ഒരു ചേച്ചി കൊണ്ടിട്ടുണ്ടോ? 21 വെറൈറ്റി ഫ്ലവറുകളുടെ ഏരിയ ഒരു തീമാണ്. ചക്ക വിശേഷം എന്ന് പറയുന്ന ഒരു തീമാണ്. നമുക്ക് വേറെ കുറെ തീമുകളൊക്കെ. ചക്ക എങ്ങനെയാണ്?
വെറൈറ്റി പ്ലാവുകളുടെ ഏരിയ ഒരു തീമാണ്, ചക്ക വിശേഷം എന്ന് പറയുന്ന ഒരു തീമാണ്. നമുക്ക് വേറെ കുറെ തീമുകൾ. ചക്ക എങ്ങനെയാ നിങ്ങൾ ഇട്ടെടുക്കുവോ? ഇല്ല, നമ്മളിവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് ചക്ക. റൈറ്റ് സൈഡിൽ ഏതേൻ തോട്ടം 174 വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറി പരിചയപ്പെടാം. അതോ അവിടെ സ്റ്റാച്ചു ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഏതൻ തോട്ടം സൈഡില് നമുക്ക് പരിചയപ്പെടാനുള്ള മൾബറിയാണ്. മൾബറിയിൽ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ തളിരിൽ തോരൻ വെച്ച് കഴിക്കാം. മൾബറിയുടെ നേത്രരോഗം, ഇൻഫ്ലുവൻസ ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ 6 കിലോമീറ്റർ റോഡുകളാണ്. ഈ റോഡിന്റെ പേര് ഡോക്ടർ സാലിം അലി റോഡ്. ഓരോ റോഡിന് ഓരോ പ്രസക്തി വെച്ചുള്ള പേരുകളുണ്ട്. അതുപോലെ ഇവിടെ പരിചയപ്പെടുന്നത് സോപ്പും കായം വരാം. ഫസ്റ്റ് റൗണ്ടിൽ കാണുന്നത് പണ്ടൊക്കെ ആൾക്കാർ അലക്കുന്നതിനും കുളിക്കുന്നതിനും സോപ്പിന് പകരം സോപ്പിന്റെ കായാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കണ്ടോ റൗണ്ടിൽ കാണുന്നത്. പക്ഷെ ചെറിയൊരു കായ ഉണ്ടാവും. അതുപോലെ വെള്ളത്തിലൊരിപ്പോ സോപ്പും കായ. സ്വർണ്ണപ്പണിക്കാർ ഇന്ന് സ്വർണ്ണവും വെള്ളി മിനുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സത്യവും സാഹിത്യവും എന്ന് പറയുന്ന ഒരു തീമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ആ ഒരു തീമിൽ ശിംശിപാവൃക്ഷവും സീതാദേവി, മാധവിക്കുട്ടി, നീർമാതളവും, OV വിജയനും, കരിമ്പനകളും, കൃഷ്ണനും, കടമ്പും എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശിംശിപാവൃക്ഷം പരിചയപ്പെടാം. ഈ കാണുന്ന ചെറിയ ചെടി കണ്ടോ, അതാണ് ശിംശിപാവൃക്ഷം. രാമായണ കഥയിൽ സീതാദേവി ദുഃഖിതയായ ശിംശിപാവൃക്ഷത്തിന്റെ ചോട്ടിലാണ്. അതുപോലെ മാധവിക്കുട്ടി, നീർമാതളം. അതിൻ്റെ ഉള്ളിലായിട്ട് നീർമാതളം ഉണ്ട്. 2 വർഷത്തിലൊരിക്കലാണ് നീർമാതളം പൂവിടുന്നത്. ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്ക് പരിചയപ്പെടാം. അതുപോലെ രുദ്രാക്ഷം 4 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ഇത് ഈ പടർന്നു കിടക്കുന്നത്. ഈ കോട്ടേജിന് മുകളിലൂടെ പടർന്നു കിടക്കുന്ന രുദ്രാക്ഷം കണ്ടോ, ആ ഒരു രുദ്രാക്ഷം. നഞ്ച് കലക്കി മീൻ പിടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ചെറിയൊരു കായ ഉണ്ടാകും. അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പാട പോലെ വരും. ഇവിടെ ഓക്സിജൻ അളവ് കുറയും. രണ്ടും നമ്മുടെ ഗൈഡിങ്ങിന് ശേഷം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ കൊട്ടവഞ്ചിയിൽ ഇറങ്ങാൻ കേട്ടോ. ത്രിഫല, അതായത് 3 മരങ്ങൾ അതിന്റെ തട്ടിൽ നിൽക്കുന്നുണ്ട്. നെല്ലിക്ക, താമിക്ക, കടുക്ക. അവ മോഡാണ് ത്രിഫല കൂട്ടിനായിട്ട് എടുക്കുന്നത്. കേട്ടിട്ടില്ലേ ത്രിഫല? സസ്യ സാഹിത്യം എന്ന തീമിൽ പറഞ്ഞാണ് കൃഷ്ണനും കടമ്പ്. ഈ കാണുന്ന വൃക്ഷമാണ് കടമ്പ്. നീലക്കടമ്പ്, പൂച്ചക്കടമ്പ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കൃഷ്ണന്റെ കഥകളിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട് കടമ്പ് വർത്തത്തെ. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ കൂട്ടാണ് ഈ ഇടമ്പിരി, വലമ്പിരി. കൂട്ടമായിട്ട് നിൽക്കുന്ന മരം കണ്ടോ, ഇതിന്റെ കായകൾ ഒരു വലത്തോട്ടാണെങ്കിൽ ഒരു ഇടത്തോട്ടാണെങ്കിൽ ഇതിന് മേളിൽ കായകളുണ്ട്. ഇത് എണ്ണക്കൂട്ട്, അതായത് മുടി വളരാനായിട്ട് എണ്ണ കാച്ചുമ്പോൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. അത് അശോകത്തെറ്റിയല്ലേ? അശോകത്തെറ്റിയല്ല, കൂട്ടമായിട്ട് നിൽക്കും. നമുക്ക് ഇതിന്റെ മുകളിൽ കയറി ഇരിക്കാം. മേളിൽ കയറി ഇരുന്ന് താഴെ ചൂണ്ടയിടാനുള്ള തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലൊരു പൂളാണ്. മാങ്കോയുടെ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പേ പൂള്. സ്റ്റാർട്ടിങ്ങിൽ 4 ജമ്പിങ് ഏരിയയിൽ 7.5 അടിയാണ് പൂളിന്റെ ആഴം. 100 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് 1 മണിക്കൂർ ഉപയോഗിക്കാം. സിമെന്റ് ഇട്ട് ഷവർ ചെയ്തിട്ട് വേണം പൂളിൽ ഇറങ്ങാൻ. 11 തൊട്ട് 4:45 വരെയാണ് സമയം. സിമെന്റ് ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വാങ്ങിക്കാനുള്ള ഷോപ്പുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നത് ചെറിയ വിഷയമാണ് മരൗരി. ഇതിന്റെ തൊലിയെടുത്ത് ചതച്ചാണ് ആദിവാസികളൊക്കെ പണ്ട് വസ്ത്രമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. പ്രീമിയം കാറ്റഗറി പെടുന്ന കോട്ടേജിൽ ഈ ഒരു മാംഗോ കോട്ടേജ് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. കോട്ടേജിന്റെ പ്രത്യേകത ഇതിന്റെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ മീനുകളെ കാണാൻ മരങ്ങളൊക്കെ സുരക്ഷിതമാണ്. അതുപോലെ നമ്മളും ചെടികളും മരങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് വളർത്തുക എന്നൊരു മെസ്സേജാണ് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ തെങ്ങ്. ലെഫ്റ്റ് സൈഡില് കോട്ടേജ് ആണ്, ഡീലക്സ് കോട്ടേജ്. അതായത് 10 റൂമുണ്ട്. ഇത് പൂളോട് കൂടിയുള്ള ഒരു കോട്ടേജ് ആണ്. 10 റൂമും ഓപ്പൺ ആണ്. 4 മണിക്കൂറിനാണ് റേറ്റ് വരുന്നത്. സീസണൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നാൽപ്പാമര വഞ്ചി, 4 മരങ്ങളും ഇത്തി അറിയാല് പേരാല് കണ്ടോ. ഈ വഞ്ചിയിൽ 4 മരങ്ങളുടെ തൊലിയാണ് നാൽപ്പാമര കൂട്ടിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നാൽപ്പാമര എണ്ണ, നാൽപ്പാമര സോപ്പ്. എവിടെ ആ വഞ്ചി കണ്ടോ? ആ വഞ്ചിയിലോ? ഈ വഞ്ചിക്കകത്ത് ഈ നിൽക്കുന്ന മരം കൺസെപ്റ്റാണ് നാൽപ്പാമര വഞ്ചി. 4 മരങ്ങൾ. നാൽപ്പാമര വഞ്ചി. നാൽപ്പാമര
ഇത് ചുരക്കള്ളിയാ കേട്ടോ. ചുരക്കള്ളി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ രാമർ പച്ചിലയിൽ നിന്ന് പെട്രോളും കണ്ടുപിടിച്ചെന്ന് പറയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് ചുരക്കള്ളി. മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. അധികം വേനൽക്കാലത്ത് ഇതിന്റെ ചുവട്ടിൽ നിന്ന് ഒരു ചുവന്ന കറ വരും. അത് ഇതൊക്കെ സംഘടിപ്പിച്ച് നട്ടത് പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇത് കരിമരുത്, ഈ നിൽക്കുന്ന വൃക്ഷമാണ് കരിമരുത്. ഇതിനുള്ളിൽ ധാരാളം ശുദ്ധജലമാണ്. ഇത് ഉൾവനത്തിൽ നടക്കുന്ന ആദിവാസികൾ ഈ ഒരു വൃക്ഷത്തിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത്. വലിയൊരു കുഴല് പോലെ അതിൻ്റെ പല പേരുകളായിട്ടാണ് ഈ മരം അറിയപ്പെടുന്നത്. അല്ല, കരിമരുത് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന് പല പേരുകളുണ്ട്. അപ്പോൾ പല ഭാഗത്തിലും പല പേരുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ചാപ്ലാൻസിയൊക്കെ നമ്മുടെ നാവൃക്ഷങ്ങളാണ്. ഓരോ നാടിൻ്റെ വൃക്ഷങ്ങളെ പരിചയപ്പെടാം. ഫ്രൂട്ടിയുടെ ഇത് വെജിറ്റബിൾസ് ആണ്. നമ്മുടെ റൈറ്റ് സൈഡില് സ്വീറ്റ് പൊട്ടറ്റോ 2 ടൈപ്പ്, വയലറ്റും വെള്ളയും ഉണ്ടാവും. ആഫ്രിക്കൻ മല്ലി ഉണ്ടാകും. ആഫ്രിക്കൻ മല്ലി അവൻ ആ റോസ് കാണുന്നത് അത് സുന്ദരക്കീര എന്ന് പറയും. അപ്പോൾ ഇത് ഭക്ഷണച്ചീര. ഇതിൻ്റെ ഇല നമുക്ക് റോസ്റ്റ് ചെയ്ത് വെക്കാം മാവിലൊക്കെ പോകും. പിന്നെ കച്ചോലാണ് ഈ നടുക്ക് കാണുന്നത് കേട്ടോ. കച്ചോലം ചെറിയ ഇതായിട്ട് പൊങ്ങി വരുന്നതാണ്. അപ്പുറത്ത് കരിമ്പ്, ഇപ്പുറത്ത് കച്ചോലം. ഇത് വെള്ളച്ചേമ്പ്, വിത്തില്ലാത്ത ചേമ്പ്. ഇതിൻ്റെ ഇലയും രണ്ടും തോന്നുന്നു. ഈ ചീരയോ ഇഷ്ടം പോലെ പക്ഷെ നല്ല സാമ്പാറിനകത്തിടുന്ന ചീര. മരം കണ്ടോ? ഇളനീർക്കടയും ചോടി ഷോപ്പും ഇപ്പൊ നമുക്ക് ഓപ്പൺ ആയി. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന റൈഡാണ് കേട്ടോ. അല്ലെങ്കിൽ 1.5 ലിറ്റർ പാല് കിട്ടും. 7 ലിറ്റർ പാലിന് ഗുണം ചെയ്യുന്നതാണ്. മെഡിസിനായിട്ട് എൻ്റെ ചാണകവും മൂത്രവും പാലൊക്കെ എടുക്കും. പിന്നെ നീ മേടിച്ചു പോകണം. ഒരു പാത്രം പോലെ പേരെന്തായിരുന്നു? കലാഭാഷ്ടി അല്ലെങ്കിൽ തിരുവട്ടക്കായ. മുറിച്ചെടുക്കുമ്പോൾ നല്ല പാത്രം പോലെ. അതിനുള്ളിലൊരു ദ്രാവകമുണ്ട്. അത് വിദേശകര് മാറ്റാനായിട്ട് ഉപയോഗിക്കും. കൂട്ടുകുടുംബ കോട്ടേജ്. 5 ഫാമിലിക്ക് 5 കുടുംബം. ഫാമിലി ഒരു ബൈബിളിന്റെ സ്റ്റാച്ചു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈബിളിന്റെ ബാക്കിലുണ്ട്. റൈറ്റ് സൈഡിൽ 2 വൃക്ഷം. ഏകദേശം ചില നാളുകാരൊക്കെ അതിന്റെ ചോട്ടിലൂടെ നടന്ന ശരീരം ചോഴി തളിക്കും. അത്ര അലർജി മാറാൻ വേണ്ടിയിട്ട് താന്നിക്ക് ചുറ്റും 3 പ്രാവശ്യം വലം വെച്ചാൽ കേട്ടിട്ടുണ്ടോ? ചേരും താന്നി ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ചോട്ടിലൂടെ നടന്ന അലർജി ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോഴാണോ കാണിക്കുന്നത്? അല്ല, നമ്മൾ ഇതിനുള്ളിൽ ഇറങ്ങി കണ്ടാൽ ഫ്രണ്ട് ഏരിയ. ഈ ലെഫ്റ്റ് സൈഡില് ആർച്ചറി, അമ്പൈക്ക്, കൺഫ്യൂസിക്ക്, ട്രാംബോല നമ്മൾ ഇവിടെ തന്നെ മീനെടുക്കുന്നതാണ്. ആ പശുവിന്റെ പാലാണോ? പാലൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. റൈറ്റ് സൈഡിൽ ജലചക്രം ഉണ്ട്. നമ്മൾ പാടത്ത് വെള്ളം ചവിട്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പരശുരാമന്റെ സ്റ്റാച്ചു അല്ലേ? സ്റ്റാച്ചുകൾ വെച്ചിട്ട് ഇവിടെ ആണുള്ളത്. സാറേ ഷോപ്പുണ്ട്. ഡ്രസ്സൊക്കെ വാങ്ങി ഇവിടെ ഷവർ ചെയ്തിട്ട് വേണം പൂളിൽ ഇറങ്ങാം കേട്ടോ. ഈ നടുക്ക് നിൽക്കുന്ന മരം കണ്ടോ? അതാണ് കുന്തിരിക്ക. അത് റബ്ബർ വെട്ടുന്നതിന് വെട്ടിയതിന്റെ കറ എടുത്ത് ഉണക്കും. ഇതാണ് കുന്തിരിക്ക വെട്ടിയെടുക്കുന്നത്. അതുപോലെ ഇത് നോനി. ഈ കാണുന്ന വൃക്ഷമാണ് നോനി. നോനിയുടെ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റുകളിലുണ്ട്. ആയുർവേദത്തിൽ എൻ്റെ ജ്യൂസൊക്കെ ഉപയോഗിക്കും. നോനി ഫ്രൂട്ട്സിന്റെ ജ്യൂസൊക്കെ. നമുക്ക് ഇത്രയാണ് നമ്മുടെ റൂട്ട്. So you can see on the screen now there are almost 54 attractions of lot of activities I can do at Mango Meadows. So what are you waiting for? Come to Mango Meadows at Kaduthurthi. Another special attraction here is the Kids Park, which houses a variety of games including slides, swings and carousel rides.
It'll definitely keep the young ones occupied for hours at a stretch. One of the special attractions of Mango Meadows is their own tea shop or chai kada. The tea shop is styled in a traditional way, and you'll find the old technique of making tea using tea canters heated using coals. Apart from tea and coffee, several other small eats are also served here. You can enjoy your hot drink and snacks listening to songs on an old radio placed in the tea shop. You can experience the water wheel here, which is an old technique of irrigation used by farmers in the past. The water is transferred from one point to another by rotating a giant wheel using the help of legs. Yes. Mango Meadows houses the world's biggest Bible statue. Here you can find lot of plants and trees that are planted which has reference in the Bible. The Holy Bible is a religious text of the Christians. As 2 Timothy 3:16-17 says, all scripture is God-breathed and is useful for teaching, rebuking, correcting and training in righteousness, so that the servant of God may be thoroughly equipped for every good work. The theme park has an indoor restaurant which serves the most sumptuous and delicious food that anyone can have in Cotton. They serve a variety of food including parotas, doshas, rice, meals, biryanis, you name it and they've got it all. We just had some amazing lunch, chicken biryani, we ordered meals with fish curry and we're topping it off with some lemon juice. How's the lemon juice? So the seating is very good. The restaurant is good. They're only operating on the ground floor right now, and the food is amazing. Be it the biryani, the meals, and the chapati. Had a great time. If you visit the Mango Meadows, you should never miss the 12D movie experience. It's a once in a lifetime experience. How is it? നല്ലായിരുന്നു. നമുക്ക് വെള്ളമൊക്കെ നേരത്തെ വീണില്ലേ? ഇവിടെ വെള്ളമാണ്. 12Dയില് ഉറപ്പായിട്ടും വരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 12 ഡയമെൻഷൻസ്, അതായത് സൗണ്ട്, വെള്ളം ഉണ്ടായിരുന്നു, ടച്ച് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ 3 dimensional വ്യൂ ഉണ്ടായിരുന്നു. It was amazing. Thank you so much. Okay everyone, now we are on a train journey around Mango Meadows. So with me is my sweet nephew David Bond. We are passing through a lot of flora. There are a lot of plants. There are almost 4,800 varieties of plants in Mango Meadows, and it's a spectacle to see these flowers. Different types of flowers, different varieties, rare species are there. So I'll recommend everyone to come to Mango Meadows to have a great time with close to nature.
we are going into the Eden Garden. This is a wild date palm. And moving on to Barbados cherry acerola. Acerola Ficus carica. ഒത്തിരി മരങ്ങളുണ്ട്. We have not even heard of these names. Such are these plants. So a lot of trees. Lot of trees. Rumberry. A lot of new trees. This is Eden Garden. You will find only trees that can be eaten. Yeah. So come and check it out. This is a special Vishur Pashu. It's a small cow that does not grow much. This is how the cow is. It is small in size. It gives around 1 liter milk every day. Big Brahma cows. This is an emu bird. As you can see, here is an emu hen. Emus are generally found in New Zealand. Yeah, and it's emu bird. These are small chicks. These are small quails. These are local goats, small goats. These are rabbits. Few little rabbits are here. Here she's taking a nap, eating a food. Moving on to pigeons. A lot of pigeons. Different breeds, different colors. This is a common pigeon. Moving on to dogs. Different type breeds of dogs. I'm not sure exactly which breed this is. Variety. Dog is tired, he's taking a nap after his meals. A little variety of hens. You can hear their voice. These are small rats, hamsters. Small hamsters. Running about. Got chickens. Special chicks. Different breeds of chickens. Ducks. Varieties of ducks. You can hear their sharp quacking voice. These look like fowls. These are like fowl turkey. These are turkey hens. No, these are turkey hens. There's something else. I'm not sure. Turkey hens. Black hens. These are black Tangoi. The special hen that is, it's got a lot of Ayurvedic value. These are quail hens. സ്റ്റാർ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്, കാടമട്ട, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ നമ്മൾ ഒടിച്ചുസ് നാരങ്ങ എന്ന് പറഞ്ഞു അച്ചാറിടുന്ന അച്ചാറിടും. അല്ല കഴിക്കാൻ കൊള്ളത്തില്ല. എലിഫൻ്റ് ആപ്പിൾ അത് ഇതെങ്ങനെയാ? ഇത് അച്ചാറിടുവാണോ? പച്ചയ്ക്ക് ഇതെല്ലാം കുഴപ്പമില്ല അല്ലേ? അച്ചാറാണ്. അതാണ് അങ്ങനെ നമ്മൾ മാംഗോ മെഡോസ് വിസിറ്റ് കഴിഞ്ഞാൽ വി ഗോയിങ് ബാക്ക് ഹോം. We had a great time. There were a lot of activities. There was a park. There was fish feeding activities. We had a good lunch. There was a 12D theatre which mom enjoyed thoroughly. And they were cycling and you could see a lot of farm animals and a lot of plants. I don't remember any of the plants' name. Do you remember any plant's name? No. I don't want to read. So we had a great time. We
be back for more.